ഒരു വൈകുന്നേരം സമയമൊക്കെ ആയപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങാൻ നിന്നു കേട്ടോ. സമയം 6:30 കഴിഞ്ഞു. അപ്പോൾ മോനവിടെ ഒറ്റയ്ക്കാണ്. പിള്ളേരിപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകും. അപ്പോൾ എനിക്ക് പോയി ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കട ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു, സ്റ്റോക്കൊക്കെ എടുത്ത് വെക്കണേ ഉള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പിന്നെ 1 മണിക്കൂർ ലൈവ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയതും. പിന്നെ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് കയറി. അപ്പോൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയും ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം മേടിച്ച ചിക്കൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിന് വേണ്ടിയുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചാണ്. പിന്നെ നേരത്തെ പോലെ കുറച്ച് മാവ് ചരിച്ചെടുത്തു. പിന്നെ നമ്മുടെ തട്ടുകളിലോട്ടൊക്കെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് പിന്നെ അതിലോട്ട് കുറച്ചിട്ട് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴത്തേനും വെള്ളം തിളച്ചു. അപ്പോൾ മാവ് ഞാൻ ഇളക്കി എടുത്തു കേട്ടോ. മാവ് കട്ടാക്കി എടുത്തു. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് ആക്കുവാണെങ്കിൽ അധികം ടൈറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ പീച്ചെടുക്കുമ്പോൾ. അപ്പോൾ തേങ്ങ നിറച്ചായിരുന്നു ഞാൻ അതിനകത്ത്. പിന്നെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഇടിയപ്പം പീച്ചുന്ന അതിലോട്ടാക്കിയിട്ട് പീച്ചാൻ തുടങ്ങിയിട്ടാ. ഇങ്ങനെ സമയം 8:15 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു കെട്ട് ഞാൻ പീച്ചെടുത്തു. അപ്പോഴത്തേനും ഇത് ആവാനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചു. അതിലോട്ട് ഇറക്കി വെച്ചു. അങ്ങനെ 1ാമത്തെ തട്ടായിട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞ് പിന്നെ ഫുഡ് തികയില്ലെങ്കിൽ ഫുഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് എളുപ്പം തോന്നുന്നത് ഇടിയപ്പമാണ് കേട്ടോ എപ്പോഴും. അങ്ങനെ അപ്പോഴത്തേനും ചിക്കൻ കറി സെറ്റായി. കുക്കറിലാണ് വെച്ചത്, ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും കഴിച്ചു. ഞാൻ വയ്യാണ്ട കഴിച്ച് പാത്രമൊക്കെ കഴുകി വെച്ചിട്ടാണ് ഞാൻ കഴിക്കാൻ നിന്നത്. അപ്പോൾ എനിക്കുള്ള ഇടിയപ്പം കേട്ടോ. പിന്നെ അതിനോടൊക്കെ കട്ടൻ ചായ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിക്കട്ടെ കേട്ടോ. അതാണ് വന്നു കഴിഞ്ഞിട്ടുള്ള പരിപാടി. ഇനി ബാക്കി പരിപാടികളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കുറേ പണികളുണ്ട്. രാവിലെ എല്ലാം ഒതുക്കിപ്പറക്കാനൊന്നും സാധിക്കില്ല. വന്നിട്ടാണ് ബാക്കി എല്ലാം കൂടെ ഒക്കെ ചെയ്യുക. അപ്പോൾ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാനും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.